ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. ഇന്ന് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന കൊള്ളി മുട്ട എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള കൊള്ളി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കൊള്ളീനെ നമ്മൾ മരച്ചീനി, കപ്പ, കിഴങ്ങ് അങ്ങനെ പല പേരിലും പറയും. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇവിടെ ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ കൊള്ളി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് പൊരിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 5 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കണം. ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് സവാള വാടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട ചേർത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കണം. മുട്ട വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വറ്റിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കൊള്ളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മുടെ കൊള്ളിമുട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.